ഉത്സവം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ പുഷ്പോത്സവം തുടങ്ങി, ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. 2.5 ഏക്കറിലായിട്ട് ഏകദേശം 30,000 വരുന്ന ചെണ്ടുമല്ലയും വാടാമല്ലയും തുമ്പയും ചേർന്നുള്ള മനോഹരമായ ഒരു തോട്ടമാണ് ഇവിടെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തോട്ടം കാണാൻ, ഈ തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ എല്ലാവരും വരണം എന്നൊരു അഭ്യർത്ഥനയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം ഒരുപാട് കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ചെടികൾ ഇങ്ങനെ പൂത്തെറിഞ്ഞ് നിൽക്കുന്നു. പക്ഷേ അത് നമ്മുടെ ചോരയും നീരും കൊടുത്തതാണ്. ആ ചോരയും നീരും തിരിച്ചു കിട്ടണമെങ്കിൽ എല്ലാവരും മറുക, പൂ വാങ്ങുക, നമ്മളെ സഹായിക്കണം. അപ്പം ഞങ്ങളെ കൂടുതൽ ഒരുപാട് കർഷകർ ഈ കഞ്ഞിക്കുഴിയുടെ വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചേർത്തല താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ പൂ കൃഷി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചത്ത പൂക്കളാണ് നമ്മുടെ വീടിന് മുന്നിൽ അത്തമിടാൻ വേണ്ടി നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ഇത്തവണ ജീവനുള്ള പൂക്കൾ ജീവനോട് വാങ്ങി അത്തമിടാനുള്ള വലിയൊരു സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ കഞ്ഞിക്കുഴി കളറാക്കുമ്പോൾ ഞങ്ങളെ കളറാക്കാനും കൂടെ ഉണ്ടാകണം. അപ്പോൾ അത്തം തുടങ്ങി, പൂക്കളൊക്കെ ഇടണ്ടേ, വരണം. പൂക്കളുടെ നമ്മൾ അത്തത്തിനുള്ള പൂക്കളെല്ലാം റെഡിയായിരിക്കുകയാണ്. നമ്മൾ ഇപ്പം 120 രൂപയ്ക്കാണ് അത്തത്തിന് നമ്മൾ പൂക്കൾ കൊടുക്കുന്നത്. ഓണം ആകുമ്പോൾ 200 എത്തും. അതാ മാർക്കറ്റിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ 300-400 പോകുമ്പോഴും നമ്മൾ 200 രൂപയെ പിടിച്ചു നിർത്തും. അതാണ് നമ്മുടെ നാട്ടിലെ പൂക്കളുടെ പ്രത്യേകത. വില കുറച്ചും ഭംഗി കൂടുതലുള്ള ജീവനുള്ള പൂക്കളാണ് നമ്മൾ വരുന്നത്. അപ്പം ഇന്ന് മുതൽ പൂക്കളെല്ലാം കൊടുത്തു തുടങ്ങിയാണ് നമ്മൾ. അപ്പം നാളെ രാവിലെ മന്ത്രി പി പ്രസാദ് അവറുകളാണ് ഈ തോട്ടം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം തോട്ടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും ഓണാഘോഷത്തിന് ആവശ്യമായിട്ട് പൂക്കൾ വാങ്ങുന്നതിനും സെൽഫി എടുക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ പൂക്കളെല്ലാം കണ്ട് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷത്തിന് വേണ്ടി വരിക. 10,000 ചെണ്ടുമല്ലികളാണ് നമ്മുടെ ഇവിടെ നട്ടുള്ളത്. ചെണ്ടുമല്ലിയും വാടാമല്ലിയും ചേർന്ന് അതിൽ 5 കളറുണ്ട്. ചെണ്ടുമല്ലിയിൽ തന്നെ യെല്ലോ ഉണ്ട്, സ്നോ വൈറ്റ് കളറുണ്ട്, അതോടൊപ്പം തന്നെ ഓറഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ വാടാമുല്ല കളറും. അത് കൂടാണ്ട് നമ്മുടെ തുമ്പയുണ്ട്. തുമ്പയും ചേർന്ന് 5 ഇനം കളറാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. തുമ്പയുടെ കാര്യം അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്നതാണ് തുമ്പ. ആ തുമ്പയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് പുതുതലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ 1000-ഓളം വരുന്ന തുമ്പച്ചെടികളും ചേർത്തുള്ള ഒരു മനോഹരമായ തോട്ടം, 5 കളറിൽ വർണ്ണാവിസ്മയം തീർക്കുന്ന ഒരു മനോഹരമായ തോട്ടമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്.